ദ വിച്ച് ആൻഡ് ദ ബീസ്റ്റ് 2024 റിലീസായ ഒരു അനിമയാണ്. 8 എപ്പിസോഡുകൾ മാത്രമാണ് ഈ ഒരു അനിമയ്ക്കുള്ളത്. അപ്പം 22 മിനിറ്റ് റൺ ടൈമുള്ള 8 എപ്പിസോഡുകൾ കണ്ടു തീർക്കാൻ വളരെയധികം സമയമൊന്നും വേണ്ട, നിസ്സാര സമയം കൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുന്നതാണ്. 2016 മുതൽ 2022 വരെ പുറത്തിറങ്ങിക്കൊണ്ടിരുന്ന ഒരു മാംഗ സീരീസിൻ്റെ അനിമേഷൻ അഡാപ്റ്റേഷനാണ് ഈ ഒരു ദ വിച്ച് ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്ന അനിമേ. ആക്ച്വലി ഈ ഒരു മാംഗ സീരീസ് തീർന്നതാണ് 2022 10 വോളിയൂംസിലായിട്ട് ഇറങ്ങിയ ഒരു അനിമ അല്ലെങ്കിൽ മാംഗ സീരീസ് ഫൈനൽ ചാപ്റ്ററും കഴിഞ്ഞ് സാധനം എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഫസ്റ്റ് സീസൺ മാത്രമാണ് 8 എപ്പിസോഡ് കാണുമ്പോൾ വളരെ ചുരുങ്ങിയ സാധനം മാത്രമേ, സ്റ്റോറി മാത്രമേ ഇതുവരെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇനി മാംഗ വായിക്കണം, ഞാൻ മാംഗ വായിച്ചു തുടങ്ങിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്റ്റോറിയും അത് ലിമിറ്റഡാണ്. അപ്പം പറയുന്ന കാര്യങ്ങളും വളരെ ലിമിറ്റഡായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഈ ഒരു സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗിഡോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, അഷഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഇവർ രണ്ടിൻ്റെയും ഒരു ജേണിയാണ്, അഡ്വഞ്ചറസ് ജേണിയാണ് ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നത്. ആക്ച്വലി ഇതൊരു വിച്ചുകളും വിസാഡുകളും ബീച്ചുകളും ഒക്കെ ഉള്ള ഒരു വേൾഡാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അപ്പം ഗിഡോ എന്ന് പറയുന്നത് ഒരു ഗേൾ അപ്പിയറൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ്. പക്ഷേ അതൊരു ഗേളൊന്നുമല്ല, ഒരു വിച്ചിൻ്റെ കസ് കാരണം അങ്ങനെ ഗേൾ അപ്പിയറൻസ് ആയിപ്പോയ ഒരു വിച്ച് ഹണ്ടറാണ് ഗിഡോ എന്ന് പറയുന്നത്. അപ്പം ഈ അഷഫിൻ്റെ കയ്യിൽ ഒരു കഫിൻ എപ്പോഴും ഉണ്ട്, അതായത് ഒരു ശവപ്പെട്ടി എപ്പോഴും ഉണ്ട്. ആ ഒരു ശവപ്പെട്ടിക്കകത്താണ് ഗിഡോയുടെ ഒറിജിനൽ ബോഡി ഇരിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വിച്ചിനെ കണ്ടുപിടിക്കണം, അതായത് ഗിഡോയെ കർസ് ചെയ്ത വിച്ചിനെ കണ്ടുപിടിക്കണം, ആ ഒരു കർസ് ലിഫ്റ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് ഗിഡോ നടക്കുന്നത്. അഷഫ് മാജിക്കൽ റെസൊണൻസ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഓർഗനൈസേഷൻ്റെ ഓർഡർ അനുസരിച്ച് ഇങ്ങനെ വിച്ച് ഹണ്ടിങ്ങിന് വേണ്ടി നടക്കുന്നു. ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് പോകുന്നു. അപ്പോൾ ഇവരുടെ കൂടെ പാർട്ട്നേർഡായിട്ട് ഏത് വിച്ചാണോ ഗിഡോയെ ഇങ്ങനെ കർസ് ചെയ്തത് ആ വിച്ചിനെ കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഒരു കസ് ലിഫ്റ്റ് ചെയ്യുക. അതിന് കസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് ഓരോരോ റീസൺസ് ഉണ്ട്. അതായത് ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം പണ്ടത്തെ നമ്മൾ ഫാൻറ്റസി ഫെയറി ടെയിൽ സ്റ്റോറിയൊക്കെ നോക്കുകയാണെങ്കിൽ, ഇപ്പം രാജകുമാരി കസ് ചെയ്ത വിച്ചിൻ്റെ അടുത്ത് മറ്റേ രാജകുമാരൻ പൂവുമായിട്ട് വന്നു കഴിഞ്ഞാൽ, കിസ് ചെയ്ത് കഴിഞ്ഞാൽ, അങ്ങനെ കുറേ സാധനങ്ങൾ പറയുന്നുണ്ടല്ലോ. അതേപോലെ ഓരോ കസിനും ഓരോ സൊല്യൂഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോ സൊല്യൂഷൻസ് കണ്ടുപിടിച്ചിട്ട് ഓരോ കസ് ലിഫ്റ്റ് ചെയ്യാം. അപ്പം ഏത് വിച്ചാണ് എന്ന് ആദ്യം കണ്ടുപിടിക്കണം, ആ വിച്ചിനെ കൊണ്ട് ആ ഒരു കസ് ലിഫ്റ്റ് ചെയ്യണം. ഇതിനു വേണ്ടിയിട്ടാണ് ഇവർ നടക്കുന്നത്. അപ്പം ഇവരിങ്ങനെ പോകുന്നതിനിടയ്ക്ക് നടക്കുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഇവരോരോ സോൾവ് ചെയ്യുന്നു, ഓരോ വിച്ചിനെ കണ്ടുപിട്ടുന്നു, അവിടെ പ്രശ്നങ്ങളുണ്ടാകുന്നു, സൊല്യൂഷൻ കണ്ടെത്തുന്നു, അങ്ങനെ ഇവർക്ക് ഫ്രണ്ട്സുകളുണ്ടാകുന്നു. അങ്ങനെ പോകുന്ന ഒരു സ്റ്റോറിയാണ്. ഇതിനകത്ത് 8 എപ്പിസോഡിൽ ഒരു 2-3 എപ്പിസോഡുകൾ ഒഴിച്ച് ബാക്കി എല്ലാ എപ്പിസോഡുകളും ഇൻഡിവിജ്വൽ അല്ല, 3-4 എപ്പിസോഡ് മാത്രമേ എനിക്ക് തോന്നുന്നു, അല്ല 3 എപ്പിസോഡും ഇല്ല ഇൻഡിവിജ്വലി പോകുന്നത്, ബാക്കിയെല്ലാം കണക്റ്റഡായിട്ടാണ് നടക്കുന്നത്. ചില എപ്പിസോഡിൽ ഇൻഡിവിജ്വലി പോകും, ഒരു ബാക്ക് സ്റ്റോറിയും പോകും. ചില എപ്പിസോഡുകൾ ഒന്നിൽ കൂടുതൽ, അത് 1-2 എപ്പിസോഡുകളായിട്ട് കണക്ട് ചെയ്ത് ബാലൻസായിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഈ 8 എപ്പിസോഡ് പോയിട്ടുള്ളത്. 8ാമത്തെ എപ്പിസോഡിൽ ഒരു കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുമൊന്നുമല്ല. ഇതിനി എത്ര എപ്പിസോഡുകൾ റിലീസ് ആകാനുണ്ടോ നോക്കിയിട്ട് കണ്ടില്ലേ. ആക്ച്വലി ഞാൻ വിക്കിപീഡിയ നോക്കിയ സമയത്ത് ഇനി എത്ര എപ്പിസോഡ് വരും എന്ന് നോക്കിയിട്ട് കാണിക്കുന്നില്ലായിരുന്നു. 8 എപ്പിസോഡ് എന്ന് പറഞ്ഞാണ് കിടക്കുന്നത്. മേ ബി ഒരു 2 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഈ ഒരു ഫസ്റ്റ് സീസൺ അവസാനിപ്പിക്കാനാണ് ചാൻസ്. എന്തായാലും ഒരു അടിപൊളി സീരീസ്. എല്ലാവർക്കും ഈ ഒരു സീരീസ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. വിച്ച് ക്രാഫ്റ്റിങ് അല്ലെങ്കിൽ വിച്ച് മാജിക്കൽ വേൾഡ് അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സീരീസ് ആയിരിക്കും ദ വിച്ച് ആൻഡ് ദ ബീസ്റ്റ് എന്ന് പറയുന്നത്.